ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡി മണിയുടെയും ബാലമുരുകന്റെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇരുവരും എത്തിയത്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് ഇവർ രണ്ടും, അതായത് ഡി മണിയും ബാലമുരുകനും ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും രാവിലെയോട് കൂടിയാണ് രണ്ടുപേരും ഇവിടെ തിരുവനന്തപുരം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്ക്വാഡുകൾ ചെന്നൈയിലേക്ക് എത്തി ഇവരെ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ചോദ്യം ചെയ്യൽ നടന്നത് വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പുരാവസ്തു കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ ചെന്നൈയിലും ഡിണ്ടിഗലിലും വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ രീതിയിൽ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവരോട് ഇന്നിവിടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. 3 പേരോടാണ്. ഒന്ന് ഡി മണിയുടെ സുഹൃത്തുക്കളായ ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ എന്നിവരോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരുന്നത്. ഇതിൽ 2 പേർ, ഡി മണിയും ബാലമുരുകനുമാണ് രാവിലെ ഇവിടെ ഇഞ്ചക്കലിലെ ഓഫീസിൽ എത്തിയതും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതും. ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം ഈ കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാകും. ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നടപടികളിലേക്ക് SIT കടക്കുക. അജിംഷാദ്, തീർച്ചയായും പോറ്റിയുടെ ഇടപെടൽ ഏതൊക്കെ തരത്തിലാണ് സ്വർണം കവർച്ചയിൽ ഉണ്ടായത് എന്നതൊക്കെ അറിയുന്നതിൻ്റെ നിർണായകമായ ഘട്ടമാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.